ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് കേരള വിഷൻ്റെ വൈഫൈ ബ്രോഡ്ബാൻഡിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പേ 3 വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ 3 വീഡിയോ ചെയ്തതിൽ നമുക്ക് നല്ലൊരു റെസ്പോൺസാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിന് പുറമെ നമുക്ക് കുറച്ച് കമൻറ്റുകളൊക്കെ വന്നിരുന്നു. അപ്പോൾ നമ്മൾ കമൻറ്റായിട്ട് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഏത് ഓഫറാണ് ചെയ്യേണ്ടത്, അപ്പം നിലവിൽ ഓഫർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം നിലവിൽ 3 ഓഫർ ഉണ്ട്. അപ്പം നമുക്ക് നിലവിലുള്ള അതായത് പുതിയത് എടുക്കാൻ വേണ്ടിയിട്ട് 2 ഓഫർ, അതേപോലെ തന്നെ നമുക്ക് ഉള്ള ഓഫറിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഫർ, അങ്ങനെ 3 ഓഫറാണ് നിലവിലുള്ളത്. അപ്പോൾ സിംഗിൾ ബ്രാൻഡിലും വരുന്നുണ്ട്, അതേപോലെ ഡബിൾ ബ്രാൻഡിലാണ് നമുക്ക് ഓഫർ വരുന്നത്. ആ ഒരു ഓഫറിൻ്റെ വീഡിയോസിൽ നേരെ പോകാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സിംഗിൾ ബാൻഡ് വൈഫൈ മോഡാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഈ ഒരു വൈഫൈ മോഡ് നമുക്ക് ഇതേപോലെ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് വരുന്ന ഇപ്പോഴത്തെ ഓഫറാണ്. അതായത് 125 MBPS, അതേപോലെ തന്നെ 399 രൂപ പ്ലസ് ടാക്സ് ആണ് വരുന്നത്. പിന്നെ അതിൽ എക്സ്ട്രാ അതിൽ വരുന്നത് നമുക്ക് ഫോൺ, അതായത് നമുക്ക് ഈ ഒരു ഫോൺ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഫോൺ യൂസ് ചെയ്യാൻ ഈ ഫോൺ നമുക്ക് ഇപ്പോൾ ഫ്രീ അല്ല. ഫോൺ നമ്മൾ ഓൺലൈനിലൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ നമുക്ക് വാങ്ങാം. അതേപോലെ തന്നെ 14 OTT ചാനലുണ്ട്. അതായത് നമുക്ക് ഹോട്ട്സ്റ്റാറിൻ്റെ പുറമേ ഉള്ള ഹോട്ട്സ്റ്റാർ ഉൾപ്പെടെ 14 എണ്ണമാണ് വരുന്നത്. അപ്പോൾ അതും ഫ്രീ ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ഇൻസ്റ്റലേഷൻ ഫ്രീ ആണ് പറയുന്നത്. അതുപോലെ ഈ ഒരു മോഡും ഫ്രീ ആണ്. അപ്പോൾ ഇൻസ്റ്റലേഷൻ ഫ്രീ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 50 മീറ്റർ ആണ് അവർ പറയുന്നത്. അപ്പോൾ 50 മീറ്റർ എന്നാണ് നമ്മൾ വീടിൻ്റെ അടുത്ത് നിന്ന് വേറൊരു വീട്ടിലേക്ക് എടുക്കുന്നതല്ല. അപ്പോൾ ഒരു കണക്ഷൻ ക്ലിയർ ഇല്ലെങ്കിൽ, അതായത് സിഗ്നലിന് ലോസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവർ കുറച്ച് അപ്പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് വരുന്ന മീറ്ററാണ് നോക്കുക. അപ്പോൾ ഏകദേശം 100 മീറ്ററൊക്കെ ആണെങ്കിൽ 50 മീറ്ററിൻ്റെ ക്യാഷ് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് ഉപകാരപ്പെടുന്നത് സാധാരണ നമ്മൾ വീട്ടിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ക്യാമറകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കണക്ട് ചെയ്യാനും, അതേപോലെ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് വീഡിയോ ഒക്കെ ചെയ്യാനും, അതേപോലെ തന്നെ ഹോട്ട്സ്റ്റാർ അങ്ങനെയൊക്കെ വാച്ച് ചെയ്യാൻ ആൻഡ്രോയിഡ് TV അല്ലെങ്കിൽ വെബ് TVയിലൊക്കെ കണക്ട് ചെയ്യാൻ നമുക്ക് ഇത് ധാരാളമാണ്. അപ്പോൾ അത്രയും ഒരു 125 സ്പീഡ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 199 സ്പീഡൊക്കെ നമുക്ക് കിട്ടും. സിംഗിൾ ബാൻഡ് ആയതുകൊണ്ടാണ് ഇത് സിംഗിൾ ബാൻഡിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡബിൾ ബാൻഡൊക്കെ നല്ല സ്പീഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഡബിൾ ബാൻഡിൽ ഉപയോഗിക്കണം. അതിൻ്റെ ഒരു ഓഫറും പാട് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ നമ്മളെ രണ്ടാമത്തെ ഓഫർ എന്ന് പറഞ്ഞാൽ അതായത് പുതുതായിട്ട് കണക്ഷൻ എടുക്കുന്നവർക്ക് വേണ്ടിയുള്ള, ഇപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഇൻസ്റ്റലേഷൻ 50 മീറ്റർ, അതേപോലെ തന്നെ നമുക്ക് മോഡം ഫ്രീ ആണ്. ഇതിലെ മോഡം എന്ന് പറഞ്ഞാൽ നമുക്ക് വൈഫൈ മോഡം എന്ന് പറഞ്ഞത് ഡബിൾ ബാൻഡാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഓഫറിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സ്പീഡ് കറക്റ്റായി ആ ഒരു പറഞ്ഞ 300 MBPS സ്പീഡ് കറക്റ്റായിരിക്കും. 5G സ്പീഡാണ് വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ നമുക്ക് സിംഗിൾ ബാൻഡാണ്. സിംഗിൾ ബാൻഡ് പറഞ്ഞാൽ 4G ആ ഒരു ഇതിലൊക്കെ വരുള്ളൂ. എങ്കിലും നമ്മുടെ സാധാരണ ഫോണിനെ അപേക്ഷിച്ച് സിംഗിൾ ബാൻഡൊക്കെ നിങ്ങൾക്ക് നല്ല സ്പീഡായിരിക്കും. അപ്പോൾ ഞാൻ തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത് ജിയോയുടെയും വോഡഫോണിൻ്റെയൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ചെയ്യണം. നമുക്കൊരു 4 GB ഒക്കെ വരുന്ന സമയത്ത് അപ്പോൾ അതേ ഒരു GB നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം 10 മിനിറ്റ് 15 മിനിറ്റ് മാക്സിമം വരുന്നുള്ളൂ നമുക്ക് ഫുൾ ഡൗൺലോഡ് ആവുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഡബിൾ ബാൻഡ് 5G വരുന്ന നമുക്ക് വോയിസ് കോൾ ഫ്രീ ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ 14 OTT നേരത്തെ പറഞ്ഞ ഹോട്ട്സ്റ്റാർ, അതേപോലെ തന്നെ ഹോട്ട്സ്റ്റാർ എടുക്കും നമുക്ക് 14 നമുക്ക് സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഫ്രീ ആണ്. പക്ഷേ ഇതിൽ നമുക്ക് വരുന്നത് 699 രൂപയാണ്. അപ്പോൾ ഈ ഒരു ഓഫറിൽ പറഞ്ഞാൽ നമുക്ക് 300 MBPS സ്പീഡും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡബിൾ ബാൻഡാണ് അതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് സ്പീഡില്ലാത്ത, അതായത് അത്യാവശ്യം സ്പീഡ് വേണ്ടവർക്കുണ്ട്. അപ്പോൾ നമ്മളൊക്കെ കമൻറ്റ് ചോദിച്ചിരുന്നു കമൻറ്റായിട്ട്. അപ്പോൾ സ്പീഡ്, അതായത് പെട്ടെന്ന് നല്ല രീതിയിൽ സ്പീഡ് കിട്ടുന്ന കറഞ്ഞ 300 MBPS കറക്റ്റ്, അതായത് നമ്മൾ ഗെയിമൊക്കെ കളിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത്യാവശ്യം ചെറിയ ആവശ്യങ്ങൾക്കാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഫസ്റ്റത്തെ എടുക്കാം 125. ഇപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇങ്ങനത്തെ പെട്ടെന്ന് സ്പീഡാവുന്നതും പെട്ടെന്ന് കഴിഞ്ഞവർക്ക് ആണെങ്കിൽ ഈ ഒരു 5G എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിൻ്റെ ക്യാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് 699 പ്ലസ് ടാക്സ് വരുന്നുണ്ട്. അപ്പം ചിലർക്കെങ്കിലും ചെറിയൊരു സംശയം ഉണ്ടാവും, നമുക്ക് ഈ ഒരു 699 പ്ലസ് ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ 5G 300 MBPS സ്പീഡ് കിട്ടുമെന്ന്. പക്ഷേ ഇത് നമുക്ക് ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫ്രീ ഓഫറാണ്. പക്ഷേ നമുക്ക് രണ്ടാമത്തെ മാസം ചെയ്യുന്ന സമയത്ത് ഈ ഒരു 699 പ്ലസ് ടാക്സ് പ്ലസ് നമുക്ക് കിട്ടുന്നത് ഈ പറഞ്ഞ 14 സബ്സ്ക്രിപ്ഷനും, അതേപോലെ തന്നെ 300 MBPSന് പകരം നമുക്ക് 100 MBPS മാത്രമേ സ്പീഡ് കിട്ടുള്ളൂ എന്നാണ് ഇതിൻ്റെ വേറൊരു പോരായ്മയായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 300 MBPS വരുന്നത്. അപ്പോൾ 100 MBPS സ്പീഡ് വേണ്ടിയവർക്കാണെങ്കിൽ ആ 100 MBPS എടുക്കാം. അപ്പോൾ നിലവിലുള്ള വരിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓഫർ കൂടെയാണ് ഞാൻ പറയാൻ പോകുന്നത്, മൂന്നാമത്തെ ഓഫർ. അപ്പോൾ അത് നമ്മൾ സാധാരണ സിംഗിൾ ബാൻഡാണ് നമുക്ക് ആദ്യം തന്നെ വന്നിരുന്നത്. സിംഗിൾ ബാൻഡ് തന്നെയാണ്. അപ്പോൾ 616 രൂപയാണ് വേണ്ടത്, പ്ലസ് ടാക്സ് വരും. അപ്പോൾ അതിൻ്റെ ഇതിൽ ഡാറ്റയും ഫ്രീ ആണ്. ഡാറ്റ എന്ന് പറഞ്ഞാൽ 4000 GB ഫ്രീ ആണ്. അതേപോലെ തന്നെ 14 OTTയും ഫ്രീ ആണ്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്.
അപ്പോൾ അതുപോലെ തന്നെ 50 Mbps ആണ് ഇതിൻ്റെ സ്പീഡ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫോൺ ലാൻഡ് ഫോണിൻ്റെ കണക്ഷനും ഫ്രീ ആണ്. പിന്നെ നമുക്ക് ഈ ഒരു ലാൻഡ് ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ 35 Mbps മുകളിലേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് നമുക്ക് ലാൻഡ് ഫോണായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അത്ര Mbps സ്പീഡ് വേണം. പിന്നെ ഇതിൽ നമുക്ക് 35 Mbps ഒക്കെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ വഴി നമുക്ക് നമ്മുടെ കേബിൾ ഓപ്പറേറ്റർ വഴി മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി വരുന്ന 55, അതായത് നമ്മുടെ സാധാരണ സിംഗിൾ ബാൻഡിൽ വരുന്നത് നമുക്ക് 35 Mbps വരുന്നുണ്ട്, 55 Mbps വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അപ്പോൾ സാധാരണ ലാൻഡ് ഫോണിൻ്റെ കണക്ഷൻ എടുക്കുന്ന 35 വരുന്നത് നമുക്ക് 508 രൂപയാണ് വരുന്നത്. അത് നമുക്ക് കേബിൾ ഓപ്പറേറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇത് റീചാർജ് ചെയ്യാം. നമ്മുടെ ഒരു കേരള വിഷൻ്റെ പരസ്യമൊക്കെ ഇവിടെ കാണുകയാണെങ്കിൽ നമുക്ക് നേരെ ഈ ഒരു ക്യാഷ് കൊടുത്തിരിക്കുന്നത് GST ടാക്സ് ഒന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പോയി ചോദിക്കുന്ന സമയത്ത് മാത്രമേ ടാക്സ് ഒക്കെ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ 399 രൂപയാണെങ്കിലും 430, 480 രൂപ വരും. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു 616 ആണെങ്കിൽ തന്നെ അതിലും ടാക്സ് വരുന്നുണ്ട്. അപ്പോൾ അതും പിന്നെ 699 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയേ ഉള്ളൂ ആയിരിക്കും. പിന്നെ ടാക്സ് ഒക്കെ വരുന്ന സമയത്ത് ഒരു 730, 740 ആ റേഞ്ച്, അത് നമ്മൾ അത്ര ശ്രദ്ധിക്കപ്പെടുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോ കാണാം. ഓക്കെ, ബൈ, സീ യു.